അപ്പോൾ അതേ അടുത്തൊരു ഞായറാഴ്ച വന്നേക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടനിട്ട് അങ്ങോട്ട് തുടങ്ങി. പിന്നെ സ്റ്റൂ ആണ്, ഇവിടെ എല്ലാ ഞായറാഴ്ചയും പുട്ടും സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റൂവിനുള്ള പച്ചക്കറിയും പുട്ടിനുള്ള പൊടിയും നനച്ച് വെച്ചേ. എന്നിട്ട് സ്റ്റൂവിനുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ യോക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോയിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് കാറ്റസിൻ ക്ലാസ്സിന് ഇടാനുള്ളതാണ്. അപ്പോൾ ആ ടൈമിന് അമ്മച്ചി സ്റ്റൂ നല്ല അടിപൊളി സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി വെച്ചേ. എന്നിട്ട് യോക്കുട്ടക്ക് 8:15 നേരത്ത് യോക്കുട്ടക്ക് സൺഡേ ക്ലാസ്സിലെത്തണം. അപ്പോൾ അതുകൊണ്ടിട്ട് യോക്കുട്ടക്ക് കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പോൾ നല്ല ചൂട് സ്റ്റൂവും പുട്ടും കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് യോഹാൻ സൺഡേ സ്കൂളിൽ പോയേ. എന്നിട്ട് പിന്നെ ഞങ്ങളാണ് അവിടെ ആദ്യം ചെന്നത് കേട്ടോ. ആദ്യം ഒന്നല്ല, അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മഴയും വന്നു. ഞങ്ങൾ ഹാളിലേക്ക് കയറി, അസംബ്ലിക്ക് കയറി പ്രതിജ്ഞയും പിള്ളേരുടെ പ്രതിജ്ഞയും ഇതെല്ലാം കഴിഞ്ഞ് അവരെ ക്ലാസ് റൂമിൽ കൊണ്ടുവരുത്തി ഞാനവിടെ തന്നെ കുർബാന കയറിയിട്ടാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ചേട്ടൻ കുറച്ച് സ്വീറ്റ്സ് മേടിച്ച് വെച്ചേക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് പള്ളിയിൽ പോയത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചേ. ഉച്ചക്കത്തെ കറി ഇതൊക്കെ ആയിരുന്നേ. മാങ്ങയല്ല, തക്കാളിയും മുരിങ്ങാക്കോലും ചക്കക്കുരും ഇട്ടിട്ട് തേങ്ങ അരച്ച് ചാറ് വെച്ചതും വിന്താലിയായിരുന്നേ. വൈകിട്ട് യോക്കുട്ട വെറുതെ ഇരുന്നപ്പോഴത്തേന് യോക്കുട്ടയുടെ കലാപരിപാടികൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടത്തെ ചായയും കുടിച്ച് വൈകിട്ട് കഴിക്കാനാണ് ഫിംഗേഴ്സൊക്കെ ആയിരുന്നു കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് പിന്നെ അങ്ങനെ മാറിയിരുന്നേച്ച്. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ കറികളൊക്കെ കൂട്ടിയിട്ട് രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ